നമുക്ക് നോക്കാം അതിനടുത്ത്. എന്താ ഫൈൻഡ് dy/dx. ഇത് തന്നിട്ടുണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. y = √tan x എന്ന് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ചെയ്യാൻ നേരത്തെ ചെയ്തതിൻ്റെ ബാലൻസ് ആണ് y √tan x. എന്താ tan x അങ്ങ് പൊത്തിയാൽ വരുന്നത് √x എന്നല്ല മോഡലല്ലേ. √x ഡെറിവേറ്റീവ് എന്താ 1/2√x. അപ്പൊ നമ്മളെ സ്റ്റെപ്പ് എഴുതാനുള്ള എന്താ ടേക്കിംഗ് ഡെറിവേറ്റീവ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പൊ ഇടതുവശം എന്ത് വരും dy/dx. റൈറ്റ് സൈഡോ dy/dx ഓഫ് tan x. ഓക്കെ, ഇനി ഉത്തരം പറഞ്ഞോളൂ. √x ഡെറിവേറ്റീവ് 1/2√x. അപ്പൊ 1/2√x പകരം വന്നത് tan x ഇൻറ്റു എക്സിന് പകരം tan x അല്ലേ വന്നത്. അപ്പൊ tan x ഡെറിവേറ്റീവ് ഒരിക്കൽ കൂടി എടുക്കണ്ടേ, അതായത് dy/dx ഓഫ് tan x. ഓക്കെ, dy/dx ഓഫ് tan x പറഞ്ഞോളൂ. tan x ഡെറിവേറ്റീവ് എന്താ c²x. അപ്പൊ നമുക്ക് ആൻസർ എഴുതാം sec²x /2√tan x എന്നാണ് നമ്മുടെ ആൻസർ. എങ്ങനെ വന്നു c²x? tan x ഡെറിവേറ്റീവ് c²x ആണ്. ബൈ ഈ ഉണ്ടായിരുന്ന 2√tan x ആണ് അടിയിൽ എഴുതിയത്. ഓക്കെ, ഒന്നും കൂടെ y തന്നിരുന്ന ഫംഗ്ഷൻ √tan x. ഇത് tan x പൊത്തിയാൽ √x എന്ന മോഡലാണ്. √x ഡെറിവേറ്റീവ് 1/2√x ആണ്. അപ്പോൾ 1/2√x പകരം വന്ന എന്താണോ അതുപോലെ എഴുതുക. പിന്നെ എക്സിന് പകരം വന്നത് tan x ആയതുകൊണ്ട് നമ്മൾ tan x ഡെറിവേറ്റീവ് ഒരിക്കൽ എടുക്കുന്നു. tan x ഡെറിവേറ്റീവ് c²x ആണ്. സോ c²x /2√tan x ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നു y അല്ല തന്നിരിക്കുന്നത്. അവിടെ ഫംഗ്ഷൻ അതായത് x² + xy + y² = 100 എന്നാണ് തന്നേക്കുന്നത്. x² + xy + y² = 100. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്താൽ മതി, അപ്പുറം അങ്ങ് ഡെറിവേറ്റീവ് എടുത്താൽ മതി. അപ്പൊ dy/dx അതിൻ്റെ ഇടയ്ക്ക് വന്നോളും. ടേക്കിംഗ് ഡെറിവേറ്റീവ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പൊ ഇവിടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എഴുതുന്നത് dy/dx ഓഫ് x² + xy + y² = dy/dx ഓഫ് 100. ഈ സ്റ്റെപ്പ് എഴുതിയതിന് ശേഷമേ ആൻസർ എഴുതാൻ തുടങ്ങാവൂ. ഈ സ്റ്റെപ്പിന് മാർക്ക് ഉണ്ട്. അപ്പൊ x² ഡെറിവേറ്റീവ് എന്താ വരുന്നത് 2x + xy എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഫോളാണ്. പ്രോഡക്റ്റ് റൂൾ പറഞ്ഞോളൂ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു അതായത് x ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് dy/dx + y ഇൻറ്റു x ഡെറിവേറ്റീവ് 1. അത് എഴുതി കഴിഞ്ഞു. ഇതിന്റെ ഡെറിവേറ്റീവ് നമ്മൾ എടുത്തു കഴിഞ്ഞു. അടുത്ത y² ഡെറിവേറ്റീവ് 2y ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് dy/dx = 100 ഡെറിവേറ്റീവ് 0. കോൺസ്റ്റന്റ് ആയതുകൊണ്ട് 100 ഡെറിവേറ്റീവ് 0. ഇത് മനസ്സിലായി. ഫസ്റ്റ് xy ചെയ്തേക്കണ എങ്ങനെയാ, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് പ്ലസ് y² ഡെറിവേറ്റീവ് എന്താ 2y. ഏത് ഫോർമുലയാ n(x)n - 2y ഇൻറ്റു x അല്ല വന്നത് y ആണ്. അപ്പോൾ y ഡെറിവേറ്റീവ് dy/dx. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, dy/dx ഉള്ള ടേം എല്ലാം കൂടെ ഒരു സ്ഥലത്ത് എഴുതാൻ പോകുന്നു. അപ്പൊ ഇവിടെ വരുന്നു dy/dx കോമൺ ആയിട്ട് എടുത്ത് എഴുതാൻ പോവുകയാണ്. ഇതിൽ നിന്ന് dy/dx എടുത്താൽ പിന്നെ വരുന്നത് x ആണ്. ഇതിൽ നിന്ന് dy/dx എടുത്താൽ പിന്നെ വരുന്നത് 2y ആണ്. രണ്ടും ഒരു സൈഡിന് തന്നെ ആയതുകൊണ്ട് സൈൻ ചേഞ്ച് ഇല്ല. ഇനി ബാലൻസ് ഉള്ളത് 2x നമ്മൾ അപ്പുറത്ത് കൊണ്ടുപോവുകയാണ്, മൈനസ് ആയി. ഇനി ഇവിടെ ഉണ്ടായിരുന്നത് y ആണ്. അത് അപ്പുറത്ത് പോയാൽ എന്തായി, -y. ഓക്കെ, dy/dx ഉള്ള ടൈം ഒരു സ്ഥലത്ത് എഴുതി, ഇല്ലാത്ത ടൈം മറ്റൊരു സ്ഥലത്ത് എഴുതി. കണ്ടുപിടിക്കേണ്ടത് dy/dx ആണ്. എന്ത് ചെയ്യണം, dy/dx കണ്ടുപിടിക്കാൻ റൈറ്റ് സൈഡിലുള്ള ടേമിനെ എന്ത് ചെയ്താൽ മതി, dy/dxന്റെ കൂടെ വന്ന ടേം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ 2x - y x + 2y കൊണ്ട് എന്ത് ചെയ്താൽ മതി, ഡിവൈഡ് ചെയ്താൽ നമ്മുടെ ആൻസർ ആയി. ഒന്നും കൂടി നോക്കിയോളൂ. x² ഡെറിവേറ്റീവ് 2x, xy പ്രോഡക്റ്റ് റൂളിൽ ചെയ്തു, y² ഡെറിവേറ്റീവ് 2y × dy/dx. ഇവിടെ എന്താ ചെയ്തത്, dy/dx ഉള്ള ടേം എല്ലാം കൂടെ ഒരു സ്ഥലത്ത് എഴുതി. അപ്പൊ ഇതില് dy/dx ഉണ്ട്, അതിങ്ങനെ പുറത്തെടുത്താൽ പിന്നെ വരുന്നത് x ആണ്. ഇതില് dy/dx ഉണ്ട്, അത് പുറത്തെടുത്താൽ പിന്നെ വരുന്നത് 2y ആണ്. രണ്ടും ഒരു സൈഡ് ആയതുകൊണ്ട് ചേഞ്ച് ഇല്ല സൈഡിന്. ഇനി വലത് സൈഡിന് കൊണ്ടുപോയത് ഏതൊക്കെയാ, ഈ y അപ്പുറത്ത് പോയപ്പോൾ -y, ഏത് ഈ 2x അപ്പുറത്ത് പോയപ്പോൾ -2x ആയി. അപ്പൊ നമ്മുടെ ആൻസർ എന്താ വന്നത്, -2x - y / x + 2y അതിന്റെ കൂടെ ഉള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നു x² + 2xy + y² = 1. ഇപ്പൊ ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻ ശകലം വ്യത്യാസം മാത്രമേ ഉള്ളൂ. കോൺസ്റ്റന്റ് അധികമായി വന്നിരിക്കും. ഇതെല്ലാം പരീക്ഷ ക്വസ്റ്റ്യൻസ് ആണ്. പരീക്ഷയ്ക്ക് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. x² + 2xy + 2
y² ഈക്വൽ ടു എത്രയെന്ന് വന്നു 1 എന്ന് വന്നു. ഇവിടെ നമ്മൾ എന്തെടുക്കുന്നു, ടേക്കിംഗ് ഡെറിവേറ്റീവ് എടുക്കുന്നു എപ്പോഴും രണ്ട് സൈഡിലും. അപ്പൊ ഇവിടെ വരുന്നത് d/dx ഓഫ് എന്ത് വരും, x² പ്ലസ് 2xy പ്ലസ് 2y² ഈക്വൽ ടു എന്തെന്ന് വരുന്നു, d/dx ഓഫ് 1 എന്ന് വരുന്നു. ഇനി x² ഡെറിവേറ്റീവ് എന്താ, 2x അല്ലേ. 2xy എന്തിൽ ചെയ്യും, പ്രോഡക്റ്റ് കൊണ്ട് ചെയ്യും. ഫസ്റ്റ് അതായത് കോൺസ്റ്റന്റ് ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് dy/dx പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ y ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. ഇവിടെ കോൺസ്റ്റന്റ് നമ്മൾ വെളിയിലിട്ട് രണ്ടിനും ബാധകമായതുകൊണ്ട് പ്ലസ് 2y² ഡെറിവേറ്റീവ് എന്ത് വരും, 2y² കോൺസ്റ്റന്റ് ഇൻറ്റു 2y ഇൻറ്റു dy/dx. എങ്ങനെയാ അങ്ങനെ വന്നത്, 2 ഈ കോൺസ്റ്റന്റ് 2, പിന്നെ 2y വന്നത് എങ്ങനെയാ, y² ഡെറിവേറ്റീവ് 2y, പിന്നെ എന്താ x അല്ല വന്നത് y ആണ്, അപ്പോൾ y ഡെറിവേറ്റീവ് 2y/dx. ഇനി നമുക്ക് പറഞ്ഞോ dy/dx ഉള്ള ടൈം എല്ലാം കൂടി എന്ത് ചെയ്യണം, റൈറ്റ് സൈഡിൽ എന്ത് വരും, റൈറ്റ് സൈഡിൽ 1 ഡെറിവേറ്റീവ് 0 വരും. നമുക്ക് എഴുതിക്കോണം. അപ്പൊ dy/dx ഇങ്ങനെ പുറത്തെടുത്താൽ ഇവിടെ പിന്നെ വരുന്നത് x ഇൻറ്റു 2, അപ്പൊ 2x. മനസ്സിലായി, dy/dx ഇതിൽ നിന്ന് പുറത്തെടുത്താൽ ഇവിടെ ഒരു x ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്, അപ്പൊ 2x എന്നായി. ഇവിടെ dy/dx ഇങ്ങനെ കൊണ്ടുവന്ന് അല്ല ഇവിടെ തന്നെ കിടക്കുന്ന, ഇപ്പൊ dy/dx പുറത്തെടുത്താൽ പിന്നെ 2 ഇൻറ്റു 2 എന്ത് വരും, 4y എന്നായി. അത് ലെഫ്റ്റ് സൈഡിന് തന്നെ കിടക്കുന്നത്. റൈറ്റ് സൈഡിന് കൊണ്ടുപോവേണ്ട നമ്പർ ഇവിടെ എന്തുണ്ട്, 2x ഉണ്ട്, അത് അപ്പുറത്ത് പോയാൽ എന്താവും, -2x ആണ്. ഇവിടെ എന്തുണ്ട്, y ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, അപ്പൊ 2 ഇൻറ്റു y 2y അല്ലേ, അത് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും, -2y ആവും. നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ള, dy/dx. കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ആ dy/dxന്റെ കൂടെ വന്ന ടൈം കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്ത്, രണ്ടിലും പൊതുവായിട്ട് എന്തുണ്ട്, -2 വേണമെങ്കിൽ അതിൽ നിന്ന് പുറത്തെടുക്കാം. അപ്പൊ x പ്ലസ് y വരും റൈറ്റ് സൈഡില്. ലെഫ്റ്റ് സൈഡിൽ എന്ത് വരും, 2 വെളിയിലെടുത്താൽ പിന്നെ വരുന്നു x പ്ലസ് എന്തെന്ന് വരും, 2y എന്ന് വരുന്നു. ഇവിടെ രണ്ടിലും പൊതുവായിട്ട് 2 ഉള്ളത് കൊണ്ട് 2 കോമൺ ആയിട്ട് എടുത്താൽ ഇവിടെ പിന്നെ x വരുന്നു, ഇവിടെ പിന്നെ 2y വരുന്നു. എന്താ ഇങ്ങനെ എടുത്തപ്പോൾ ഉള്ള ഗുണം, ഈ 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം, കുറച്ചുകൂടെ സിമ്പിൾ ആയി എന്നുള്ളത് മാത്രമാണ് ഉത്തരം. അപ്പൊ x ഇൻറ്റു എന്ത് വരും, x പ്ലസ് y ഡിവൈഡഡ് ബൈ x പ്ലസ് 2y എന്ന് നമ്മുടെ ആൻസർ. മൈനസ് ഓഫ് x പ്ലസ് y ഡിവൈഡഡ് ബൈ x പ്ലസ് 2y ആണ് നമ്മുടെ dy/dx. dy/dx ആണ്, dx/dx അല്ല. dy/dx ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് x പ്ലസ് y ഡിവൈഡഡ് ബൈ x പ്ലസ് 2y. ഒന്നുകൂടി പറയാം, ഇത് x² ഡെറിവേറ്റീവ് ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത് 2xy പ്രോഡക്റ്റ് റൂൾ ചെയ്യണം. ഇതിന്റെ കോൺസ്റ്റന്റ് വെളിയിൽ ഇട്ടിട്ട് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ്. അത് കഴിഞ്ഞു അടുത്ത 2y² ഡെറിവേറ്റീവ് 2 ഇൻറ്റു 2y y² ഡെറിവേറ്റീവ് 2y ആണ്. അപ്പൊ 2 ഇൻറ്റു 2y 4y വരും. അങ്ങനെയാണ് ഇവിടെ 4y വന്നിരിക്കുന്നത്. ഇനി ഇവിടെ dy/dx വന്നത് എങ്ങനെയെന്ന് വെച്ചാൽ y യുടെ ഡെറിവേറ്റീവ്. ഇനി dy/dx ഉള്ള ടേം എല്ലാം കൂടെ ഒരു സൈഡ്, മറ്റതെല്ലാം കൂടെ ഒരു സൈഡ്. ഇവിടെ dy/dx ഉണ്ട്, അപ്പൊ x ഇൻറ്റു 2x അങ്ങനെ എഴുതി. ഇവിടെ dy/dx കോമൺ ആയിട്ട് എടുത്താൽ 2 ഇൻറ്റു 2 4y അത്രേ. അപ്പൊ ഇത് വെളിയിലെടുത്ത് കഴിഞ്ഞു 2x പ്ലസ് 4y ഈക്വൽ ടു ബാക്കിയുള്ള ടൈം അപ്പുറത്ത് കൊണ്ടുപോയി 2x അപ്പുറത്ത് പോയപ്പോൾ -2x, ഇവിടെ നിന്ന് y ഉണ്ട് 2 ഉണ്ട്, അപ്പൊ 2y അപ്പുറത്ത് പോയി മൈനസ്. എല്ലാം കോമൺ ആയിട്ട് മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് പുറത്തെടുത്തു, 2 ഉള്ളതുകൊണ്ട് 2ഉം പുറത്തെടുത്തു. അപ്പൊ 2 ഇവിടെയും താഴെ 2 ഉണ്ട്, അപ്പൊ 2 പുറത്തെടുത്ത് 2 ക്യാൻസൽ ചെയ്ത്, അപ്പോൾ ആൻസർ വന്നു മൈനസ് ഓഫ് x പ്ലസ് y ഡിവൈഡ് ബൈ x പ്ലസ് 2y. ഓക്കെ, അടുത്ത മറ്റൊരു വീഡിയോയിൽ നമുക്ക് മറ്റു ക്വസ്റ്റ്യൻസുമായി കാണാം. ഓക്കെ.